വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ അന്നദാനം കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ. നമ്മുടെ ഇവിടെ അടുത്തൊരു കോവിലിൽ ഉത്സവം നടക്കാൻ 2 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം ഇതുപോലെ സമൂഹ സദ്യ ഉണ്ട്, അന്നദാനം. അപ്പം നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ വലിയമ്മേരെ മോളും കൂടെ പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ബാങ്കിലും കൂടെ പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെറിയൊരു ഭാഗമാണിത്. 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ബാങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വല്യമ്മേരെ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവളും ഞാനും കൂടെ എൻ്റെ 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ അവൾ നടന്ന് വരികയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ കോവിലിലേക്ക് പോകുന്ന റോഡ് വഴി പോവുകയാണ്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ റോഡ് കിടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ ഫുള്ള് റോഡ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് ഗൈസ്. നമ്മൾ 2 വീലറൊക്കെ ഓടിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ പട്ടിശല്യവും അങ്ങനെയൊക്കെ ജസ്റ്റ് കുറച്ച് ദൂരമുള്ളൂ. നീ ഇതിലൊക്കെ ചിക്കോക്കാരെ കൊണ്ടുപോവാ, ഇതിലൊക്കെ ചിക്കൻ എടുക്കാം. നല്ലത് തന്നെ എല്ലാവരും എടുക്കും. പിന്നെ കലചേച്ചിയൊക്കെ എടുക്കണം. അമ്പലത്തിന് മത്സരം തിരക്കെന്ന് പറയാനായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇതാണ് കോവിലിൻ്റെ ഭാഗം കേട്ടോ. കോവിലിൻ്റെ പേര് ഉദയകുന്നം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ്. ഇവിടെ ഇത് കൊടുക്കാനുണ്ടായിരുന്നു, എന്താണ് വരിപ്പൈസ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കോവിലിൽ. അപ്പോൾ അതൊക്കെ കൊടുത്തുള്ള റെസിപ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിലിങ്ങനെ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആളിനെ കയറ്റി അങ്ങനെ ഞങ്ങൾ കയറി കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. കുറച്ച് കസേരയൊക്കെ അധികം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇഞ്ചി, മാങ്ങ, പച്ചടി, തോരൻ, അവിയൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ ഒരു ഇതാണ് കേട്ടോ. അപ്പം അവർ ചെറിയ രീതിയിൽ നടത്തുന്നതാണ്. അപ്പം ഇത്രയും കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ കോവിലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ രുചിയെ കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ല. ഭയങ്കര ഇഷ്ടമാണ് കോവിലിൽ പോയി സദ്യ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് ചോറും പരിപ്പും പപ്പടവും ഒക്കെ ആയിരുന്നു ആദ്യം. പിന്നെ സാമ്പാറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. സാമ്പാർ ഒഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ പായസം ഒഴിക്കുന്നത് പിടിക്കാൻ പറ്റില്ല ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഞാൻ മടക്കി. അതിനുശേഷം എൻ്റെ കുഞ്ഞമ്മയാണിത്. കുഞ്ഞമ്മയൊക്കെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ എൻ്റെ വല്യമ്മയായിരുന്നു പാചകം. വല്യമ്മയാണ് അവിടെ നിൽക്കുന്നത്, ആ കറുത്ത ഷോൾട്ടുകൊണ്ട് നിൽക്കുന്ന വല്യമ്മയാണ്. അങ്ങനെ ഞങ്ങൾ അവരോട് കുറച്ച് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ഓക്കെ, സി യു.